ആ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളും. എന്റെ കേസ് നടത്താനും നിർദ്ദേശിക്കും. ബസ്സിൽ സ്ത്രീ കയറുന്ന ബസ്സിൽ പുരുഷൻ കയറാൻ പാടില്ല എന്നൊരു പണ്ഡിതന് പറഞ്ഞിട്ടില്ല. വിമാനയാത്ര പൊതു ഇടമാണ്. അവിടെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീ കയറുന്ന വിമാനത്തിൽ പുരുഷൻ കയറാൻ പാടില്ല എന്നൊരു മതപണ്ഡിതനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. വ്യായാമം നടക്കുന്ന സ്ഥലങ്ങളിൽ വ്യായാമത്തിന് വരുന്ന സ്ത്രീകൾ ടൈറ്റ് ഷർട്ടും ടൈറ്റ് പാന്റും ധരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അവർക്ക് സ്വതന്ത്രമായി അവിടെ വ്യായാമ മുറകളിൽ ഏർപ്പെടുന്ന സമയത്ത് ശാരീരികപരമായിരിക്കുന്ന അവരുടെ സുരക്ഷിതത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകൾക്ക് ചില മേഖലകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. ആരുടെ പ്രശ്നമാണ്? അത് അവിടുത്തെ പുരുഷന്മാരുടെ പ്രശ്നമാണോ? അവിടെ വ്യായാമങ്ങളിൽ ഇവർ ഈ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോ ബാക്കിയുള്ള പുരുഷന്മാരൊക്കെ ഇവരെ ഉപദ്രവിക്കുമെന്നാണ് സമൂഹത്തിന്റെ പ്രശ്നമാണ്. അതോ വേറെന്തെങ്കിലും ബന്ധം ഉണ്ടാവുമെന്നാണോ? എന്താണ് ഇത്? സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? അതോ പുരുഷന്മാരെ ആക്ഷേപിക്കുകയാണ്? ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട്. പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ഹണി റോസ് ഡ്രസ് ധരിച്ചു വരാൻ ഹണി റോസിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത്തരം ആഭാസപരമായ ഡ്രസ്സാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഈശ്വറിനുണ്ട് ഇവിടെ. ഒരു സ്ത്രീ ഒരു ഡ്രസ്സ് ധരിച്ചു വരുമ്പോ അത് ആഭാസകരമാണെന്ന് ഒരു പുരുഷൻ പറയുന്നുണ്ടെങ്കിൽ അയാൾക്കാണ് പ്രശ്നം. ഭയങ്കരം തന്നെ. രാഹുൽ ഈശ്വറിന്റെ നിലവാരത്തിലേക്ക് എത്തി നാസർ ഫൈസി കൂടത്തായി. വിനുവിന്റെ പ്രശ്നം വേറെ പ്രശ്നമാണ്. വിനുവിന്റെ പ്രശ്നം വേറെയാണ്. ഞാൻ അതിന് ഇരയായി ഞാൻ നിന്ന് തരുന്നില്ല. എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും അല്ല, അത് സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ്. എന്താണ് ശ്രീ നാസർ ഫൈസി കൂടത്തായി പറയുന്നത്? സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? വിനു ഒരു സ്ത്രീ ഒരു ഡ്രസ് നിങ്ങൾക്കെതിരെ കേസുണ്ടാവും. ഞാൻ അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? ആ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളും. എന്റെ കേസ് നടത്താനും നിർദ്ദേശിക്കും. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. എന്റെ തൊലിക്കട്ടി വിനു പരിശോധിക്കണ്ട. ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം? അത് നിങ്ങൾ പരിശോധിക്കാൻ പറ്റുമോ? സ്ത്രീ ആഭാസം പരിശോധിക്കാൻ പറ്റുമോ? പുരുഷന്റേതായ ടീഷർട്ട് ധരിച്ച് അവര് വ്യായാമങ്ങളിൽ ഏർപ്പെടട്ടെ. സ്ത്രീകൾ അവരുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവർ ഏർപ്പെടട്ടെ. അകത്തെന്താ നടക്കുന്നതെന്ന് ഞാൻ പോയി ഒളിഞ്ഞു നോക്കിയിട്ട് വരാം. അവർ രണ്ട് ക്യാമ്പിൽ വെച്ചുകൊണ്ടാവട്ടെ. പുരുഷനോടാണ് പറയുന്നത് സ്ത്രീകളുടെ അത്തരം വ്യായാമ കലകളിൽ വ്യായാമ മുറകളിൽ അവിടെ പോയി ഇടപെടരുതെന്ന് പുരുഷനോടാ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. എന്തുകൊണ്ട്? അത് സ്ത്രീ പുരുഷ സങ്കലന വേദികൾ അനിസ്ലാമികമാണ് എന്നതുകൊണ്ട് അത് പറയാനുള്ള റൈറ്റ് മതപണ്ഡിതന്മാർക്കുണ്ട്. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ. അല്ലേ കലിപ്പ് തീരണില്ലല്ലേ?